ബഷീർ എഴുത്ത്. തെളിച്ചവും ലാളിത്യവുമുള്ള മലയാള രചനയ്ക്ക്. ചെറുകഥ. ടി ശ്രീവത്സൻ. സൈജുവും റുബീനയും സഹജീവനത്തിലാണ്. എംടെക് അവസാന സെമ്മിൽ തന്നെ അവർ ചിന്നക്കടയിലുള്ള ചെറിയ ഫ്ലാറ്റിലേക്ക് താമസം മാറിയിരുന്നു. സഹപാഠികൾ പ്ലേസ്മെൻറ്റ് ഇൻ്റർവ്യൂകൾക്കായി നെട്ടോട്ടമോടുമ്പോൾ അവർ പുസ്തകം വായിച്ചും പാട്ടുകേട്ടും പാചക പരീക്ഷണങ്ങൾ നടത്തിയും പഴയകാല തമാശ സിനിമകൾ വീണ്ടും വീണ്ടും കണ്ടും ജീവിതത്തെ അപ്പൂപ്പൻ താടി പോലെ ഊതി പറപ്പിച്ചു. അപ്പൂപ്പൻ താടി സൈജുവിൻ്റെ ഉപമയാണ്. റുബീനയ്ക്ക് അത് സോപ്പ് വെള്ളത്തിൽ കൈമുക്കി തൊഴുത് നടുവിലെ വിടവിലൂടെ ഊതി വീർപ്പിച്ച വലിയ കുമിളയുടെ തിളക്കമാണ്. ഭാവിയെക്കുറിച്ച് ആശങ്കയില്ലാത്ത ലോകത്തിലെ ആദ്യത്തെ പെണ്ണ് എന്നായിരുന്നു റുബീനയ്ക്ക് സൈജു നൽകിയ ബഹുമതി. സ്ത്രീകളുടെ യഥാർത്ഥ ലൈംഗിക അവയവം കണ്ണുകളാണെന്ന കണ്ടുപിടുത്തത്തിനാണ് സൈജുവിന് ക്രെഡിറ്റ്. 2 സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കുകൾ അങ്ങനെ ഒന്നിച്ചു വാഴും കാലം. മണ്ണാങ്കട്ടയും കരിയിലയും തമ്മിൽ വാസ്തവത്തിൽ പ്രണയമായിരുന്നു. ഒരിക്കൽ റുബീന തർക്കിച്ചു. അവരെ ചുമ്മാ കാശിക്ക് പറഞ്ഞയച്ചത് നമ്മുടെ സദാചാര കമ്മിറ്റിയാണ്. ആഹാ, അപ്പോൾ അവരുടെ സെക്ഷുവൽ പൊസിഷനാണോ കാറ്റത്തും മഴയത്തും മാറി മാറി വന്നത്? യെസ്. തിളങ്ങുന്ന ഒരു റുബീന ചിരി സമ്മാനിച്ച് അവൾ അവനെ ഇക്കിളിയാക്കി. അപ്പോൾ കാറ്റും മഴയും വന്നപ്പോഴോ? അതവരുടെ വിധി. കഥകളുടെ എല്ലാം വിധി, അല്ലാതെന്ത്. അങ്ങനെ മണ്ണാങ്കട്ടയും കരിയിലയും ഏറെക്കാലം സുഖമായി ജീവിച്ചു എന്ന് അവസാനിപ്പിച്ചാൽ നമുക്കെന്തോ പോരായ്മ തോന്നില്ലേ? നമ്മുടെയും വിധി ഇങ്ങനെ ആവുമോ? റുബീന അവൻ്റെ കഴുത്തിലൂടെ വലയം ചെയ്ത് 2 കണ്ണുകളിലും ചെറിയ ഓരോ ഉമ്മകൾ കൊടുത്തു. ഇതുപോലുള്ള ഉത്തര ഉമ്മകൾ കിട്ടാനായി സൈജു സ്വന്തം വിധിയെടുത്ത് ഇടയ്ക്കിടെ കളിക്കാറുണ്ട്. 2 BHK ഫ്ലാറ്റിൽ അവരുടെ സ്വകാര്യതകൾക്കായി 2 ബെഡ്റൂമുകളുണ്ട്. മറ്റേയാൾ സ്വന്തം മുറിയിൽ എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിക്കരുത് എന്നാണ് അവർ തമ്മിലുള്ള കരാറുകളിലൊന്ന്. സെക്സിനായി മാത്രം ഡൈനിങ് സ്പേസിൽ ഒരു കട്ടിലിട്ടിട്ടുണ്ട്. അതിലെ കിടക്കയിൽ ചുളിവുകൾ വീഴാതെ സൂക്ഷിക്കേണ്ടത് 2 പേരുടെയും പ്രൊഡക്ടിവിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. ലിവിംഗ് റൂമിലെ വലിയ സ്ക്രീനിൽ പ്രൊജക്ടർ ഉപയോഗിച്ച് സിനിമകൾ കാണാനും ഹോം തിയേറ്ററിൽ സംഗീതം കേൾക്കാനും കയ്യിലെ പ്ലേറ്റിലെ ഭക്ഷണവുമായി അവർ സോഫയിലെത്തും. നല്ല കുടുംബജീവിതത്തിന് മിനിമം അടുക്കള, അതാണ് അവരുടെ മുദ്രാവാക്യം. നല്ല എന്ന് ഒരു മൂച്ചിനങ്ങ് പറഞ്ഞുവെന്നേ ഉള്ളൂ. ആർക്കു വേണം നോക്കി നിൽക്കുന്നവരുടെ സർട്ടിഫിക്കറ്റ്? കഴിയുന്നത്ര വൈകാരിക സത്യസന്ധത പുലർത്താനായാൽ തന്നെ ധാരാളം. ആദ്യമൊക്കെ ഭൂലോകത്തെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു വേസ്റ്റ് ഡിസ്പോസൽ. ഓരോ നഗരത്തിൻ്റെയും സമൃദ്ധിക്ക് മറുപുറം ഒരു വലിയ ചേരിയുണ്ട് എന്ന് പറയും പോലെയാണ് സ്വാദിഷ്ടമായ ഭക്ഷണത്തിന് ശേഷം ഈ അവശേഷിപ്പുകളുടെ പ്രതികാരം. ഇറച്ചിയെല്ലുകളും മീൻ മുള്ളുകളും മുട്ടത്തോടുകളും ഒരു ദിവസത്തിൽ കൂടുതൽ വച്ചിരിക്കാൻ പറ്റില്ല. എത്ര കടുത്ത സ്നേഹബന്ധത്തിലായാലും പങ്കാളിയുടെ എച്ചിൽ ഒരു അശ്ലീലം തന്നെയാണ്. അടുത്തുള്ള പന്നി വളർത്തൽ കേന്ദ്രത്തിൽ നിന്നും ദിവസവും ആള് വരാൻ തുടങ്ങിയതോടെ തികച്ചും അൺറൊമാൻറ്റിക്കായ ആ പ്രശ്നത്തിൽ നിന്നും കഷ്ടിച്ച് മോചനമായി. വീട് വൃത്തിയാക്കാൻ വരുന്ന ചേച്ചിക്ക് പച്ചക്കറി അവശിഷ്ടങ്ങൾ തന്നെ കൈകാര്യം ചെയ്യാൻ അറപ്പാണ്. പലരും അധിക ദിവസം നിൽക്കാത്തത് ഇക്കാര്യം കൊണ്ടാണ്. ഒടുവിൽ അതുകൂടി 2 പേരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് ബൈലോയിൽ എഴുതി ചേർത്തതോടെ ഫ്ലാറ്റിൽ വെള്ളക്കൊടി പാറി. അവരുടെ ഒത്തുകളിക്ക് കൊറോണയുടെ ആയുസ്സാണ്. കൃത്യമായി പറഞ്ഞാൽ 2020 മാർച്ച് 22 പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ സംഘടിപ്പിക്കപ്പെട്ട ജനതാ കർഫ്യൂവിൻ്റെ അന്നാണ് അവർ കൂടപ്പൊറുപ്പ് തുടങ്ങുന്നത്. വാർത്തകളിൽ വൈറസ് മൂലമുള്ള അജ്ഞാത പനി പടരുന്നതായി അങ്ങിങ്ങ് കാണാം എന്നല്ലാതെ അവൻ നമ്മുടെ വിധിയെടുത്ത് കളിക്കുമെന്ന് സങ്കല്പിക്കാനാവാത്ത കാലത്തായിരുന്നു അവർ ഒന്നിച്ച് താമസിക്കാനായി ഫ്ലാറ്റ് അന്വേഷിച്ചത്. പക്ഷെ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അന്ന് വൈകുന്നേരം 5 മണിക്ക് ബാൽക്കണികളിലും ടെറസുകളിലും നിന്ന് കൈകൊട്ടിയും കിണ്ണത്തിൽ മുട്ടിയും
ആളുകൾ അവർക്കായി മംഗളാശംസകൾ നേർന്നു. വരാനിരിക്കുന്ന വലിയ വിലക്കുകൾക്കുള്ള പരിശീലനമായിരുന്നു അതെന്ന് ആരും ഓർത്തില്ല. TV തുറന്നാൽ ഭയം വമിക്കുന്ന വാർത്തകൾ മാത്രം. റുബീനയുടെ സ്വതസിദ്ധമായ അശുഭാപ്തി വിശ്വാസം വെറുതെ അവർക്കിടയിൽ ഒരു നീരസമായി പടരുന്നുണ്ടായിരുന്നു. ഒന്നിക്കലിൻ്റെ ആദ്യ മുഹൂർത്തങ്ങൾ ആഘോഷിക്കുന്നതിന് പകരം അവർ അന്ന് പട്ടിണി കിടക്കാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം അവർ പുറത്തിറങ്ങിയെങ്കിലും ആളുകളെല്ലാം സാധനങ്ങൾ ആവശ്യത്തിലധികം വാങ്ങി സ്റ്റോക്ക് ചെയ്യുന്നത് കണ്ട് അവർക്ക് ചിരി വന്നു. ഭാവി ഒരിക്കലും അവർക്കൊരു ബാധ്യതയാവരുതെന്ന് അലിഖിത കരാറുണ്ടല്ലോ. പക്ഷേ ഇനി ഫ്ലാറ്റിൽ നിന്ന് പുറത്തിറങ്ങാനാവാതെ കുടുങ്ങിപ്പോയാലോ എന്നോർത്ത് 2 സുഹൃത്തുക്കൾ ഓട്ടോയിൽ കുറേ അരിയും പച്ചക്കറികളും കൊണ്ടുകൊടുത്തു. നിങ്ങൾക്കിടയിൽ അപസ്വരങ്ങൾ ഇല്ലാതിരിക്കാൻ ഇതാ പല വ്യഞ്ജനങ്ങൾ. അവർ പിരിഞ്ഞപ്പോൾ ചില്ലുപോലെ ചിരിച്ച് റുബീന സാധനങ്ങൾ എടുത്തു വെച്ചു. പച്ചക്കറികൾ വലിയ പാത്രത്തിലെ വെള്ളത്തിൽ വിനീഗർ ഒഴിച്ച് സൈജു കുതിർത്തു വെച്ചു. അപ്പോഴാണ് കൂട്ടക്ഷരം പോലെ കെട്ടിപ്പുണർന്നിരിക്കുന്ന ഒരു ക്യാരറ്റ് കണ്ണിൽപ്പെട്ടത്. ഇത് കഴിക്കാൻ ധൈര്യമുണ്ടോ എന്ന് അവരുടെ അന്ധവിശ്വാസങ്ങളുടെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് സൈജു ചോദിച്ചു. ഇരട്ടപ്പഴമാണ് പ്രശ്നം എന്ന് അവൾ പകുതി സീരിയസ് ആയി പറഞ്ഞു. പുതിയ പല ശീലങ്ങളും അവർ മനസ്സില്ലാ മനസ്സോടെ പാലിച്ചു തുടങ്ങി. അവരുടെ സ്വകാര്യതയിലേക്ക് സാനിറ്റൈസറിൻ്റെ രൂക്ഷഗന്ധം ഇടയ്ക്കിടെ കുത്തിത്തുളച്ച് കയറി. ദിവസങ്ങൾ കഴിയുന്തോറും പുറം ലോകം വലിയ ഇരുണ്ട ഒരു വിങ്ങലായി മാറുന്നത് നടുക്കത്തോടെ അവരറിഞ്ഞു. ഇതാ തീർന്നു എന്ന് കരുതി കഷ്ടിച്ച് ദിവസങ്ങൾ തള്ളി നീക്കുമ്പോൾ ലോക്ക്ഡൗൺ കാലാവധി പിന്നെയും നീട്ടിക്കൊണ്ടിരുന്നു. മാർച്ച് 24 മുതൽ മെയ് അവസാനം വരെ അങ്ങനെ ഏതാണ്ട് 2.5 മാസം സൈജുവിൻ്റെയും റുബീനയുടെയും മധുവിധുക്കാലം ലോകത്തിൻ്റെ ഗൂഢാലോചന തകർത്തു കളഞ്ഞു. പക്ഷേ മുറികളിൽ അടഞ്ഞിരിക്കാൻ നിർബന്ധിക്കപ്പെട്ട അക്കാലത്താണ് അവർ സ്വന്തമായ ഒരു സ്റ്റാർട്ടപ്പിനായുള്ള ഗൗരവതരമായ ആലോചനയിലെത്തുന്നത്. പരസ്പര ബന്ധമില്ലാത്ത പല ആശയങ്ങളും അവർ ആലോചിച്ചു തുടങ്ങി. പ്രൊഡക്ടിവിറ്റി ആപ്പ് എന്നൊരാശയമായിരുന്നു ആദ്യം റുബീന മുന്നോട്ട് വെച്ചത്. അതായത് നമുക്ക് ഒന്നും ചെയ്യാനില്ലാത്ത ചില നിമിഷങ്ങളെ ഉപയോഗപ്രദമാക്കാനുള്ള ഒരു സാധ്യത. വാഹനം ഓടിക്കുമ്പോൾ 1 മിനിറ്റിൽ കൂടുതൽ സമയം നിൽക്കേണ്ടി വരുന്ന സിഗ്നലിൽ ആ ചുരുങ്ങിയ സമയത്തെ പ്രയോജനപ്പെടുത്താനുള്ള വഴി. സിഗ്നലിലെ മിന്നൽ വേളകളിൽ കച്ചവടം നടത്തുന്ന രാജസ്ഥാനി പെണ്ണുങ്ങളാണ് അവൾക്ക് ആ ആശയത്തിന് പ്രചോദനമായത്. കൈക്കുഞ്ഞുമായി വന്ന് കാറിൻ്റെ വിൻസ്ക്രീനിലേക്ക് സോപ്പ് വെള്ളം തെറിപ്പിച്ച് നിമിഷനേരം കൊണ്ട് അത് തുടച്ചു വൃത്തിയാക്കി ഭിക്ഷയാചിക്കുന്ന വിദ്യ അവരുടെ കണ്ണ് നനയിച്ചിട്ടുണ്ട്. കാർ ഓടിക്കുന്നയാൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ആലോചിക്കാൻ പോലും ഇടകൊടുക്കാതെ അവർ ചെയ്യുന്ന മാസ്മരികത. 1 മിനിറ്റ് വൊക്കാബുലറി എന്നായിരുന്നു അവൾ തൻ്റെ ആശയത്തിന് ആദ്യം പേരിട്ടത്. 1 മിനിറ്റ് നേരം കൊണ്ട് ഇംഗ്ലീഷ് പദാവലികളിൽ ചിലത് ഉച്ചാരണവും ഉദാഹരണവും സഹിതം പരിശീലിപ്പിക്കുന്ന ഒരു ആപ്പ്. ഡ്രൈവിംഗ് വേളയിൽ ബ്ലൂടൂത്തുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന സ്മാർട്ട് ഫോണിൽ നിന്ന് ശബ്ദരൂപത്തിലാണ് ഇത് പ്രവർത്തിക്കുക. വാഹനം ഓട്ടം നിലച്ച് 10 സെക്കൻഡിനുള്ളിൽ ആപ്പ് സ്വയം ഉണർന്ന് പ്രവർത്തിച്ചു തുടങ്ങും. അതുതന്നെ ഒന്നുകൂടി വികസിപ്പിച്ച് മറ്റു പല സാധ്യതകളും കൂട്ടിച്ചേർത്തപ്പോൾ അത് നിമിഷ പ്രൊഡക്ടിവിറ്റി ആപ്പായി. ഇംഗ്ലീഷ് വൊക്കാബുലറി പോലെ തന്നെ രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ, സിനിമാ പാട്ടിൻ്റെ രാഗം കണ്ടുപിടിക്കൽ, പൊതുവിജ്ഞാന പ്രശ്നോത്തരി, കുസൃതി ചോദ്യങ്ങൾ, കടങ്കഥ, കണക്കിലെ കളികൾ, അടുക്കള ഹാക്സ്, അങ്ങനെ പല സാധ്യതകളും കൂട്ടിച്ചേർക്കപ്പെട്ടു. പക്ഷേ സിഗ്നലിൽ കുടുങ്ങി നിൽക്കുന്ന എല്ലാവരും ഇംഗ്ലീഷോ പൊതുവിജ്ഞാനമോ പഠിക്കാനുള്ള മൂഡിലായിരിക്കണമെന്നില്ലല്ലോ. സൈജു അതിൻ്റെ പ്രായോഗിക വശം ഉന്നയിച്ചു. വേണ്ട, നമുക്ക് ആരെയും നിർബന്ധിക്കണ്ട. ഓടിക്കുന്നയാളുടെ മൂഡ് അനുസരിച്ച് തഞ്ചത്തിൽ ഓരോന്ന് സജസ്റ്റ് ചെയ്താലോ? അതെങ്ങനെ? നമുക്ക് ഇതൊരു സമഗ്രമായ ഡ്രൈവിംഗ് ആപ്പായി വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞാൽ മതി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഒരാളുടെ ഡ്രൈവിംഗ് ശീലങ്ങൾ ക്രമേണ ആപ്പ് പഠിച്ചു തുടങ്ങുന്നു. എപ്പോഴൊക്കെയാണ് അയാൾ അല്ലെങ്കിൽ അവൾ ഡ്രൈവ് ചെയ്യുന്നത്? GPS ഉപയോഗിച്ച് ഒരു യാത്രികൻ്റെ ഡെസ്റ്റിനേഷൻ ഏതൊക്കെയാണ്? ഓഫീസിലേക്കാണ് യാത്രയെങ്കിൽ സ്ഥിരം സമയം, വഴികൾ, ട്രാഫിക്കിൻ്റെ സ്വഭാവം, ദിവസവും കേൾക്കുന്ന ഓഡിയോ ബുക്കിൻ്റെ വിവരങ്ങൾ, അതുമടുക്കുമ്പോൾ അയാൾ കേൾക്കുന്ന പാട്ടുകളുടെ സ്വഭാവം, ട്രാഫിക് ഒഴിഞ്ഞ വഴികളിലെത്തുമ്പോൾ അയാൾ ഫോണിൽ വിളിക്കുന്ന കോൺടാക്റ്റ് നമ്പറുകൾ, കുടുംബത്തോടൊപ്പമാണ് യാത്രയെങ്കിൽ അപ്പോഴത്തെ പ്രിഫറൻസസ്, അങ്ങനെ നിരന്തരം ഡീപ്പ് ലേണിംഗ് നടത്തി
ആ ഡ്രൈവിൻ്റെ മുഴുവൻ വിവരവും ആപ്പ് ശേഖരിക്കുന്നു. ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് വാഹനം സ്റ്റാർട്ട് ചെയ്താൽ നമ്മുടെ ആപ്പ് പ്രവർത്തന സജ്ജമാവുന്നു. ബാക്കിയെല്ലാം അവൾ നോക്കിക്കൊള്ളും. റുബീന തൻ്റെ ആപ്പ് സ്വയം വളരുന്നത് കണ്ട് അന്തിച്ചു നിന്നു. കുടുംബത്തോടൊപ്പം ഡ്രൈവ് ചെയ്യുമ്പോൾ വരുന്ന ചില രഹസ്യ കോളുകൾ ബ്ലോക്ക് ചെയ്യാനും അതിലേക്ക് ഓട്ടോ റിപ്ലൈ അയക്കാനും ആപ്പിൽ സൗകര്യമുണ്ടാവുമല്ലോ അല്ലേ? സൈജുവിൻ്റെ കുസൃതി ചിരിയിൽ റുബീനയും പങ്കുചേർന്നു. തനി മലയാളി. സൈജുവിന് എന്തായാലും ആ ആശയം നന്നായി ബോധിച്ചു. ശരിക്കും റിസർച്ച് ചെയ്ത് വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ അതൊരു ഗംഭീര വിജയമാവും എന്നുറപ്പാണ്. ആ യാത്രയിൽ ആക്സിഡൻറ്റ് സംഭവിച്ചാൽ അതിൻ്റെ ഇമ്പാക്റ്റ് അനുസരിച്ച് ഫയർഫോഴ്സിലേക്കും പോലീസിലേക്കും എമർജൻസി കോൺടാക്റ്റിലേക്കും സന്ദേശം സ്വയം അയക്കാനുള്ള സൗകര്യം വരെ നമുക്ക് നൽകാനാവും. എക്സലൻറ്റ്, ഇത് പൊളിക്കും. സൈജുവിൻ്റെ സന്തോഷം വാസ്തവത്തിൽ റുബീനയ്ക്കുള്ള അംഗീകാരമായിരുന്നു. സഹജീവനത്തിൻ്റെ ഉരുക്ക് ചേരുവയാണ് ഈ പരസ്പര അംഗീകാരം എന്ന് അവരറിയാതെ ഉറപ്പിക്കുകയായിരുന്നു. എത്രയും പെട്ടെന്ന് ഈ ആശയത്തിൻ്റെ കൺസെപ്റ്റ് മാപ്പിംഗ് നടത്തിയാൽ പ്രോഗ്രാം എഴുതാനായി കൂട്ടുകാരിൽ നിന്ന് ഒരു ടീമിനെ ക്ഷണിക്കാമെന്ന് അവർ തീരുമാനിച്ചു. കേൾക്കുമ്പോൾ ചെറുതായി തോന്നുമെങ്കിലും നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള ആപ്പുകൾ അത്ര നിസ്സാരമല്ലെന്ന് രണ്ടുപേർക്കും അറിയാം. അത് അവതരിപ്പിച്ച് കുറേയേറെ ആളുകൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ മാത്രമേ അതിൻ്റെ പ്രശ്നങ്ങൾ പോലും തിരിച്ചറിയാനാവൂ. അതാണ് അത്തരം ആപ്പുകളുടെ പ്രധാന പ്രശ്നം. എങ്കിലും സമയബന്ധിതമായി തന്നെ ആ ആശയവുമായി മുന്നോട്ടു പോകാൻ അവർ തീരുമാനിച്ചു. ദിവസങ്ങൾ പിന്നെ പിന്നെ കറുത്തു വന്നു. കോവിഡ് മരണങ്ങളുടെ സംഖ്യ കുതിച്ചുയരുന്നത് അന്തരീക്ഷത്തിൽ വലിയ പേടി സ്വപ്നമായി ഉയരുന്നുണ്ടായിരുന്നു. അന്നൊക്കെ ആവർത്തിച്ച് കേട്ട ഒരു അശ്ലീല വാക്യം ഭയം വേണ്ട, ജാഗ്രത മതി എന്നതായിരുന്നു. മരണം മഴയായി പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സർക്കാരിൻ്റെ ജാഗ്രത തമാശ. പണ്ട് പരീക്ഷിത്ത് മഹാരാജാവ് തക്ഷകൻ്റെ വരവ് ഏതു രൂപത്തിലായിരിക്കും എന്ന് പേടിച്ച് ഓരോ സാധനവും പരിശോധിച്ച് മാത്രം തൻ്റെ മാളികയിലേക്ക് കയറ്റും പോലെ പുറത്തുനിന്നുള്ള ഓരോ സാധനത്തിലും പാൽക്കവറിലും ബിസ്ക്കറ്റ് പാക്കറ്റിലും വരെ അവൻ്റെ സാന്നിധ്യം അനുഭവിച്ച് സോപ്പും സാനിറ്റൈസർ സ്പ്രേയും സമൃദ്ധമായി പ്രയോഗിച്ചുകൊണ്ടിരുന്നു. റുബീന തൻ്റെ ആശയത്തിൻ്റെ മാപ്പിങ്ങിനായി ശ്രമിച്ചുകൊണ്ടിരിക്കെ സൈജു വായനയിലേക്ക് തിരിഞ്ഞു. മാറി താമസത്തിനിടയ്ക്ക് ഏത് മൂഡിലും വായിക്കാവുന്ന പുസ്തകങ്ങൾ എന്ന് കരുതി കയ്യിൽ വെച്ചത് എസ്കെയുടെ സഞ്ചാര സാഹിത്യവും ബഷീറിൻ്റെ സമ്പൂർണ്ണ കൃതികളുമായിരുന്നു. പിന്നെ ഒരു കൂട്ടുകാരൻ സമ്മാനിച്ച ഈ റീഡറുമുണ്ട്. അതുണ്ടെങ്കിൽ പിന്നെ 10 ജന്മത്തിലേക്കുള്ള വായന ഉറപ്പിക്കാം എന്ന് അവൻ ഓർമ്മിപ്പിച്ചിരുന്നു. ബഷീർ 2 വോള്യം സാഹിത്യം എവിടെന്ന് വേണമെങ്കിലും പകുത്ത് എത്ര നേരം വേണമെങ്കിലും വായിക്കാമല്ലോ എന്ന് അത്ഭുതത്തോടെ സൈജു ഓർത്തു. എന്ത് രസമാണത്! മറ്റേത് സാഹിത്യത്തിനാണ് ഈ ഗുണമുണ്ടാവുക? തൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ബഷീർ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ പ്രായങ്ങളെയും എൻഗേജ് ചെയ്യുന്ന അസാമാന്യ മാന്ത്രികനാണ് ബഷീർ. ഉറപ്പിച്ചു പറയാം, മലയാളത്തിലെ ഒരേ ഒരു നിത്യഹരിത എഴുത്തുകാരൻ. അത്രയും ആലോചിച്ചപ്പോഴാണ് ഒരു സംശയം സൈജുവിന് തോന്നിയത്. എല്ലാ പ്രായക്കാരെയും തൃപ്തിപ്പെടുത്തുമെങ്കിലും ആണിനെയും പെണ്ണിനെയും ബഷീർ ഒരുപോലെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടാവുമോ? പ്രത്യേകിച്ച് മുസ്ലിം പശ്ചാത്തലത്തിൽ വളർന്ന റുബീനയ്ക്ക് ബഷീർ എങ്ങനെയിരിക്കും? എഴുത്തിലുടനീളം തൻ്റെ വിശ്വാസങ്ങളും ധാരണകളും യാതൊരു സങ്കോചവുമില്ലാതെ തുറന്ന് ആവിഷ്കരിക്കാറുള്ള ബഷീറിനെ റുബീന എങ്ങനെ കാണുന്നു എന്നറിയാൻ വെറുതെ ഒരു കൗതുകം തോന്നി. കാഠിന്യത്തിൻ്റെ പര്യായമാകുന്നു സ്ത്രീ, തനി ഡുക്കുടു ഡുക്കുടു ആകുന്നു സ്ത്രീ, സ്ത്രീകളുടെ തലയ്ക്കുള്ളിൽ നിലാവെളിച്ചമാണ്, പെണ്ണിൻ്റെ ഡബിൾ 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 ക്രൂര ഹൃദയം എന്നൊക്കെ ബഷീർ സ്വന്തം നിലയ്ക്ക് തന്നെ കഥാപാത്രത്തിൻ്റെ ചെലവിലല്ല തട്ടിവിടുമ്പോൾ ഇതൊക്കെ ആസ്വദിക്കുന്ന സ്ത്രീകളുണ്ടാവുമോ? ഇങ്ങനെയൊക്കെ കളിയാക്കപ്പെടാനും അവഹേളിക്കപ്പെടാനും സ്ത്രീകൾക്ക് ഇഷ്ടമായിരിക്കുമോ? ആണെങ്കിൽ അതിൻ്റെ സൈക്കോളജി ഒന്ന് അന്വേഷിക്കുക തന്നെ വേണം, സൈജു ആലോചിച്ചു. ബഷീറിൻ്റെ ജനസമ്മതി സ്ത്രീകൾക്കിടയിൽ എത്രത്തോളമാണെന്ന് ഒരു സർവേ നടത്തി നോക്കണം. എന്തിന്, റുബീനയോട് തന്നെ ഇക്കാര്യം സംസാരിച്ച് നോക്കാവുന്നതാണല്ലോ. സൈജു ഒരു സന്ദർഭത്തിനായി കാത്തിരുന്നു. വൈകുന്നേരം അവർ താമസിക്കുന്ന ഫ്ലാറ്റിന് പിന്നിലുള്ള ചെറിയ പാർക്കിൽ നടക്കാനിറങ്ങിയപ്പോഴാണ് സൈജു ആ സംശയം റുബീനയോട് ഉന്നയിച്ചത്. റുബീനയ്ക്ക് ബഷീർ സാഹിത്യം ഇഷ്ടമാണോ? ഇഷ്ടമാണോന്നോ? ജീവനല്ലേ. എന്താ ചോദിച്ചത്? അല്ല, എൻ്റെയും ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് ബഷീർ. പക്ഷേ എല്ലാ പ്രായക്കാരെയും ബഷീർ തൃപ്തിപ്പെടുത്തും പോലെ
ആണിനെയും പെണ്ണിനെയും അദ്ദേഹം ഒരുപോലെ ആകർഷിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ സംശയം. അയ്യോ, അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷേ ശരിയാണ്, പലപ്പോഴും എൻ്റെ സ്ത്രീത്വത്തെ ബഷീർ വല്ലാതെ പ്രൊവോക്ക് ചെയ്യുന്നതായി തോന്നിയിട്ടുണ്ട്. പറഞ്ഞാൽ വിശ്വസിക്കില്ല, ബഷീർ അവസാന കാലത്ത് എഴുതിയ ഒരു ഭഗവത്ഗീതയും കുറേ മുലകളും എന്നൊരു വർക്കില്ലേ, അത് വായിച്ച് ഞാൻ കുളിമുറിയിലെ കണ്ണാടിയിൽ നോക്കി നിന്നിട്ടുണ്ട്. സൈജുവിന് ചിരിയും ഒപ്പം ചെറിയൊരു വിഷമവും വന്നു. പാവം, ആ ഭാഗം തനിക്കും നന്നായി ഓർമ്മയുണ്ട്. മുലകളുടെ ഘോഷയാത്ര. പേട്ടുമുല, നെല്ലിക്കാമുല, സൂചിമുല, അടയ്ക്കാമുല, മരോട്ടിക്കാമുല, വഴുതനങ്ങാമുല, പമ്പരമുല, പപ്പായമുല, ചക്കമുല. വർണ്ണിച്ച് വർണ്ണിച്ച് കാട് കയറുമ്പോൾ അതിൻ്റെ കുറ്റബോധം കൊണ്ടാണോ എന്നറിയില്ല, സ്വന്തം അമ്മയുടെ മുലയും ബഷീർ ഓർമ്മിക്കാൻ ശ്രമിക്കും. അവിടെ എത്തുമ്പോൾ കളി മാറി. അത് പിന്നെ ജീവൻ്റെ ആധാരമായി. പിന്നെ ഒരു കാച്ച്. നമ്പൂതിരിയും ദേവനും രാജാക്കന്മാരും ഭരിച്ചിരുന്ന പഴയ ആ നല്ല കാലത്തിൻ്റെ മധുരമായ ഓർമ്മകളാകുന്നു ഈ സുന്ദര മുലകൾ എന്ന്. പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് ദേഷ്യമൊന്നും തോന്നിയില്ല കേട്ടോ. അങ്ങേർക്ക് മുലകൾ ഭയങ്കര ഒബ്സഷനാണ്. ഓർമ്മയില്ലേ, ഭും എന്ന് നിൽക്കുന്ന മുലകൾ? സഭ്യതയുടെ നേർത്ത വരമ്പിലൂടെ വളരെ സാഹസികമായാണ് സൈജു കടന്നുപോയത്. റുബീനയുടെ ആത്മാഭിമാനത്തെ നോവിക്കാതെ ബഷീർ വർണ്ണനകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് സാഹസമാണെന്ന് അയാൾക്കറിയാം. ബഷീറിൻ്റെ ഒറിജിനൽ സ്ത്രീ സങ്കല്പം തെളിഞ്ഞു കാണുക ഒരുപക്ഷെ വേമ്പനാട്ട് കായലിൽ വലിച്ചു കീറിക്കളഞ്ഞ സ്ത്രീ എന്ന ചെറിയ നോവലിലായിരിക്കാം. അത് ബഷീറിൻ്റെ കരിയറിനെ തന്നെ ദോഷകരമായി ബാധിക്കും എന്ന് മണത്തറിഞ്ഞായിരിക്കണം നിരൂപകൻ MP പോൾ അത് നിരസിച്ചു കളഞ്ഞത്. സഭ്യതയുടെയും വികാരത്തിൻ്റെയും അതിര് കടന്നു പോയിരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കമൻറ്റ്. റുബീന മൂളി. അതിൻ്റെ അർത്ഥമെന്തെന്ന് സൈജുവിന് വായിച്ചെടുക്കാനായില്ല. അന്നു രാത്രി അവർ രണ്ടുപേരും കൂടി ബഷീറിൻ്റെ കൃതികൾ പല ഭാഗം പകുത്തു വായിച്ചു. ബഷീറും കുറേ മുലകളും കൂടി അവർക്കിടയിൽ എന്തൊക്കെയോ തടസ്സങ്ങൾ സൃഷ്ടിച്ചതുപോലെ സൈജുവിന് തോന്നിയിരുന്നു. നളചരിതം 2-ാം ദിവസത്തിൽ നളനും ദമയന്തിയും ഒറ്റയ്ക്കായ ആദ്യ നിമിഷങ്ങൾ അയാൾക്ക് ഓർമ്മ വന്നു. അതിശക്തരായ എത്രയോ ശത്രുക്കളെ നിഷ്പ്രയാസം തോൽപ്പിച്ച എനിക്ക് നിന്റെ ഈ ലജ്ജ മാത്രമാണ് ഒരേ ഒരു വൈരി എന്നൊക്കെ പറഞ്ഞൊപ്പിക്കുന്ന നളൻ്റെ ധർമ്മസങ്കടം. ആദ്യ രാത്രിയിലെ ഭർത്താക്കന്മാരുടെ ധാർമ്മിക പ്രതിസന്ധിയാണത്. മുൻകൈയെടുത്താൽ പിടിക്കപ്പെടുമോ എന്ന പേടി, മുൻകൈ എടുത്തില്ലെങ്കിൽ അവൾ മാർക്കിടുമോ എന്നും പേടി. അവിടെ അറേഞ്ച്ഡ് മാരേജും ലിവിങ് ടുഗദറും ഒന്നും ഭേദമില്ല. അനുരാഗത്തിൻ്റെ ദിനങ്ങളുടെ അവസാന ഭാഗം തപ്പിപ്പിടിച്ച് സൈജു വായിച്ചതോടെ അവർക്കിടയിലെ മഞ്ഞുരുകൽ പൂർണ്ണമായി. സരസ്വതി ദേവിയുടെ സ്റ്റൈലിൽ റുബീന ചോദിച്ചു, ഡു യു വാണ്ട് മീ ടു? ബഷീർ തന്ന ധൈര്യത്തിൽ സൈജു മറുപടി പറഞ്ഞു, യെസ്. ആകാശമാകുന്ന നെഞ്ചിലെ 2 അത്ഭുത പൂനിലാവുകൾ. അത് കണ്ട് സൈജു ബഷീറിന് ആത്മാർത്ഥമായി നന്ദി പറഞ്ഞു. പിറ്റേന്ന് നേരത്തെ ഉണർന്ന സൈജു കുറേ നേരം ഇൻ്റർനെറ്റിലൂടെ അലഞ്ഞു തിരിഞ്ഞ് യുറേക്ക മട്ടിൽ റുബീനയെ വിളിച്ചുണർത്തി. അതേ, എനിക്ക് ഒരു ഐഡിയ തോന്നുന്നു. ഇംഗ്ലീഷിലെ ഗ്രാമർലി, ഹെമിംഗ്വേ ആപ്പുകൾ പോലെ മലയാളത്തിൽ ഒരു കോപ്പി എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. അതിന് ബഷീർ എനിക്ക് കൂട്ടാവും. ഉറക്കപ്പിച്ചോടെ റുബീന അത് കേട്ടിരുന്നു. നല്ല മലയാളത്തിന് ബഷീർ ആപ്പ് എങ്ങനെയുണ്ട്? നല്ല മലയാളത്തിന് മാരാരല്ലേ നല്ലത്? മലയാള ശൈലിയുണ്ടല്ലോ മോഡലായിട്ട്. അതല്ല റുബീന, ബഷീർ മലയാളിയുടെ ഒരു വീക്ക്നെസ്സാണ്. മാരാരെ അറിയുന്ന തലമുറയൊക്കെ തീർന്നുപോയി. മാത്രവുമല്ല, ഭാഷയ്ക്ക് മേലുള്ള ഒരുതരം റാഡിക്കൽ അപ്രോച്ചുണ്ടല്ലോ ബഷീറിന്. വ്യാകരണം വേണ്ട, ശുദ്ധ മലയാളം വേണ്ട, ഇംഗ്ലീഷും സംസ്കൃതവുമൊക്കെ യഥേഷ്ടം പ്രയോഗിക്കാം. എന്തിന് ലോകത്ത് എവിടെയുമില്ലാത്ത വാക്കുകളൊക്കെ ബഷീർ നിഘണ്ടുവിലില്ലേ? ഹിത്തിന ലുട്ടാപ്പി, ബടുക്കൂസ്, ഡുങ്കുടുത്തഞ്ചി, ഡങ്കു ഡിങ്കാഹോ, അങ്ങനെ എത്ര എത്ര പദങ്ങൾ. അതുകൊണ്ടെന്താ, ഇതൊക്കെ നിങ്ങളുടെ റൈറ്റിംഗ് ആപ്പിൽ അനുവദനീയമാണെന്നാണോ? അതല്ല, ഭാഷയുടെ മർമ്മമാണ് ബഷീർ തൊടുന്നത്. യാതൊരു മസുൽ പിടുത്തവുമില്ലാത്ത മലയാളം. പക്ഷേ ഇത് വർക്കൗട്ടാവാൻ ഒത്തിരി വെള്ളം കുടിക്കേണ്ടി വരും. അത് തീർച്ച. എന്നാലും അതിൽ വർക്ക് ചെയ്യാൻ തന്നെ നല്ല രസമായിരിക്കും. ചിലപ്പോൾ ആദ്യത്തെ സ്റ്റേജ് കംപ്ലീറ്റ് ആവാൻ തന്നെ വർഷങ്ങൾ എടുത്തെന്നിരിക്കും. എന്തായാലും ഒരു കൈ നോക്കാം, അല്ലേ?
റുബീനയുടെ കണ്ണടയൂരി ബഷീർ സാഹിത്യം അനുസരിച്ച് തന്നെ 2 കണ്ണുകളിലും അയാൾ ഉമ്മ വച്ചു. അന്ന് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തതയ്ക്കും നിർദ്ദേശങ്ങൾക്കും വേണ്ടി സൈജു തൻ്റെ പല സുഹൃത്തുക്കൾക്കും സന്ദേശം അയച്ചു. പലരും പല രീതിയിലാണ് പ്രതികരിച്ചത്. അവയിൽ രസകരമായ ഒരു മറുപടി 18-ാം നൂറ്റാണ്ടിലെ പ്രശസ്ത ജർമ്മൻ സംഗീതജ്ഞൻ ബാഹിൻ്റെ സംഗീതത്തിൻ്റെ മാതൃകയിൽ പിൽക്കാലത്ത് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കമ്പ്യൂട്ടർ പുനഃസൃഷ്ടിച്ചതിനെക്കുറിച്ചായിരുന്നു. ഡീപ്പ് ലേണിംഗ് ഉപയോഗിച്ച് കമ്പ്യൂട്ടർ നിർമ്മിച്ച സംഗീതത്തിന് ഡീപ്പ് ബാഹ് എന്നാണ് അവർ പേരിട്ടത്. യഥാർത്ഥ ബാഹ് സംഗീതവും ഇതും വിദഗ്ധരെ കേൾപ്പിച്ചപ്പോൾ കമ്പ്യൂട്ടറിൻ്റേത് ഒറിജിനലും യഥാർത്ഥത്തിലുള്ളത് കൃത്രിമവുമാണെന്ന് അവർ വിധി എഴുതിയതത്രേ. അത്രയ്ക്ക് സ്വാഭാവികമായി കമ്പ്യൂട്ടർ പുതിയ ബാഹ് സംഗീതം നിർമ്മിച്ചു എന്നാണ് കൂട്ടുകാരൻ പറഞ്ഞത്. മറ്റൊരു സുഹൃത്ത് മലയാള ഭാഷാ കമ്പ്യൂട്ടിങ്ങിൻ്റെ ബുദ്ധിരാക്ഷസൻ സന്തോഷ് തോട്ടിങ്ങൽ സൈജുവിന് കുറേയേറെ സാമഗ്രികൾ അയച്ചു കൊടുത്തു. പ്രധാനമായും ഷേക്സ്പിയറിൻ്റെ മാതൃകയിൽ കമ്പ്യൂട്ടർ കാവ്യങ്ങൾ രചിക്കുന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളായിരുന്നു. ഷേക്സ്പിയറിന് തുല്യമായി ഡീപ്പ് ലേണിംഗിൽ ഒരു ഡീപ്പ് സ്പിയർ നിർമ്മിക്കപ്പെട്ടു. ഷേക്സ്പിയറിനേക്കാൾ നാച്ചുറലായി ഡീപ്പ് സ്പിയർ സോണറ്റുകൾ രചിച്ചു തുടങ്ങിയ കഥ. വളരെയധികം കുഴപ്പം പിടിച്ചതും എന്നാൽ അതിലേറെ ത്രില്ലടിപ്പിക്കുന്നതുമായ ഒരു പ്രോജക്റ്റിലാണ് കൈവച്ചിരിക്കുന്നതെന്ന് സൈജു തിരിച്ചറിയുന്നുണ്ടായിരുന്നു. സന്തോഷിൻ്റെ കുറിപ്പ് സൈജു വീണ്ടും വീണ്ടും വായിച്ചു. എങ്ങനെയെങ്കിലും തൻ്റെ പദ്ധതിക്ക് ഒരു രൂപം ഉണ്ടാക്കണമല്ലോ. എല്ലാതരം ഡീപ്പ് ലേണിംഗ് സംവിധാനങ്ങൾക്കും ആദ്യം വേണ്ടത് കൊട്ടക്കണക്കിന് ഡാറ്റയാണ്. ബഷീറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ബഷീറിൻ്റെ സമ്പൂർണ്ണ കൃതികളുടെ ഉള്ളടക്കം ടെക്സ്റ്റായി യൂണിക്കോഡ് സമാഹരിക്കും. അതാണ് ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ഇൻപുട്ട്. ഇത് പഠിക്കാനുള്ള നെറ്റ്വർക്ക് സാധാരണയായി റക്കറൻറ്റ് ന്യൂറൽ നെറ്റ്വർക്കാണ്, RNN. നിരവധി ലെയറുകളുള്ള ഈ നെറ്റ്വർക്കിൽ ഓരോ ലെയറും തമ്മിൽ നിരവധി കണക്ഷൻ ഉണ്ടാവും. സംഭാഷണങ്ങൾ, വാചകങ്ങൾ, ഹാൻഡ് റൈറ്റിംഗ് തുടങ്ങിയ പരസ്പര ബന്ധമുള്ള ഡാറ്റകളുടെ ശ്രേണികളെ പഠിക്കാൻ ഉപയോഗിക്കുന്നത് RNNൻ്റെ തന്നെ LSTM എന്ന തരം ന്യൂറൽ നെറ്റ്വർക്കിംഗ് ആർക്കിടെക്ചറാണ്. ലോങ് ഷോർട്ട് ടേം മെമ്മറി, LSTM. എന്തായാലും ഇത്തരമൊരു പ്രോജക്റ്റിനായി ബഷീർ സാഹിത്യത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരുമെന്ന് ഉറപ്പ്. എത്ര നിസ്സാരമായാണ് സന്തോഷ് തോട്ടിങ്ങലിനെ പോലുള്ളവർ സാഹിത്യത്തെയും ഭാഷയെയും ഡിസെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമേ അതിൻ്റെ മർമ്മം പിടികിട്ടൂ. അവിടം വരെ എത്തിയാൽ രക്ഷപ്പെട്ടു. പിന്നെ ബഷീറിന് എന്തൊരു ബഷീറത്വം എന്ന് കമ്പ്യൂട്ടറിന് തിരിച്ചറിയാനാവും. അവിടെ നിന്ന് വീണ്ടും മുന്നേറി ഐ ആം മോർ ബഷീർ ദാൻ ബഷീർ എന്ന കമ്പ്യൂട്ടർ ആത്മഗതത്തിലേക്ക് എത്തിക്കാൻ കഴിയണം. അതാണ് ഈ പ്രൊജക്റ്റിൻ്റെ ലക്ഷ്യം, സൈജു ഓർത്തു. ആവി പറക്കുന്ന സുലൈമാനിയും പശ്ചാത്തലത്തിൽ ഹോം തിയേറ്ററിൽ നിന്നൊഴുകുന്ന സൈഗാൾ സംഗീതവുമായി റുബീന എത്തി. NS മാധവൻ്റെ ബഷീർ വിമർശനം ഓർമ്മയുണ്ടോ? പിന്നെ ബഷീർ സാഹിത്യത്തിലെ കറുത്ത ഗർത്തങ്ങളല്ലേ മൂപ്പര് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞില്ലേ? ലോകസഞ്ചാരത്തിൻ്റെ ചെലവിൽ, ജീവിതാനുഭവത്തിൻ്റെ താങ്ങിൽ, ഉന്മാദത്തിൻ്റെ മറവിൽ ഒരാളും വിശ്വസാഹിത്യകാരനാവണ്ട എന്നേ NS ഉദ്ദേശിച്ചുള്ളൂ. സാഹിത്യം കൊണ്ട് മാത്രം ബഷീർ ഇനിയും 2 നൂറ്റാണ്ട് വായിക്കപ്പെടും. സൈജുവിൻ്റേത് പോലുള്ള ബഷീർ അനുബന്ധ വ്യവസായങ്ങൾ ഇനിയും ഏറെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും, അല്ലേ? അതിൽ ചെറുതായൊരു കുത്ത് തനിക്കുണ്ടെന്ന് സൈജു മണത്തറിഞ്ഞു. നീ അതിനിടെ എനിക്കിട്ടൊന്ന് താങ്ങി അല്ലേ റുബീന? അയ്യോ, അങ്ങനെയല്ല. ബഷീറിൻ്റെ പോപ്പുലാരിറ്റിക്ക് കാരണം നോൺ ലിറ്റററി ആയ കാരണങ്ങളാവുന്നതിലുള്ള പ്രശ്നമാണ് NS ഉന്നയിച്ചത്. ഇന്നത്തെ കാലത്ത് ലിറ്റററി ടൂറിസം വ്യാപകമാവുന്നുണ്ടല്ലോ. ഖസാക്കിൻ്റെ ഇന്നത്തെ അവസ്ഥ ഒന്ന് കാണണം. അതുപോലെ ബഷീർ ടൂറിസത്തിന് നല്ല സ്കോപ്പുണ്ട്. സൈജുവിൻ്റെ വർക്കിന് ആ വഴിക്ക് കൂടി സാധ്യതയുണ്ട് കേട്ടോ. റുബീന കണ്ണടയൂരി കണ്ണുകൾ തിരുമ്മി. കൈകളാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ശത്രു. സ്വന്തം കൈകളെ അവിശ്വസിക്കുന്ന കാലം. റുബീന പിറുപിറുത്തു. മദ്രസക്കാലത്തെ പഠിച്ച ഉളു എന്ന ശുദ്ധീകരണവും പ്രാർത്ഥനയും അവൾക്ക് ഓർമ്മ വന്നു. ഉസ്താദ് അന്ന് ശാസിച്ചും തല്ലിയും പിന്നെ ലാളിച്ചും പഠിപ്പിച്ച പാഠങ്ങളായിരുന്നു. വെള്ളം കയ്യിലെടുത്ത് വിരലുകൾക്കിടയിലൂടെ വിരൽ കടത്തി മുൻകൈകൾ 3 തവണ കഴുകണം. വായിൽ വെള്ളം കൊള്ളിച്ച് ഒപ്പം മൂക്കിലും വെള്ളം കയറ്റി 3 തവണ ചീറ്റണം. നെറ്റിയുടെ മുകളറ്റം മുതൽ പിറകോട്ട് 2 ചെവിയുടെയും അറ്റത്തെത്തി കഴുത്തിൻ്റെ തുടക്കം വരെ 3 തവണ കഴുകണം. 2 കൈമുട്ടുകൾ വരെ നല്ലവണ്ണം വെള്ളം കൊണ്ട് ശുദ്ധമാക്കണം. കൈ നനച്ച്
ചെവിയിൽ തള്ളവിരൽ വെച്ച് തലയിലൂടെ പിന്നിലേക്കും മുന്നിലേക്കും തുടച്ചെടുത്ത് ചെവിയുടെ പിൻഭാഗം തടവണം. കാൽ വിരലുകളിൽ ഇടത്തെ ചെറുവിരൽ കടത്തി മടമ്പും നെരിയാണിയും വരെ കഴുകിയെടുക്കണം. ഇങ്ങനെയൊക്കെ ഉളുവെടുത്ത് പ്രാർത്ഥിച്ചാൽ ഉസ്താദ് ഒന്ന് നിർത്തി ആകാശത്തേക്ക് കൈകൾ ഉയർത്തി ദീർഘനിശ്വാസത്തോടെ പറയും, യാ റബ്ബുൽ ആലമീൻ. സ്വർഗത്തിൻ്റെ 8 വാതിലുകളും തുറന്നു വരും. അതിൽ ഏതിലൂടെ വേണമെങ്കിലും അകത്തേക്ക് പ്രവേശിക്കാം. ഓരോ നിസ്കാരത്തിനു മുമ്പും യാന്ത്രികമായി ചെയ്തു പോന്ന ആ പ്രവർത്തികൾക്ക് ഈ ഇരുണ്ട കാലത്ത് എന്തൊക്കെയോ സമാന്തരതകൾ ഉള്ളതായി റുബീനയ്ക്ക് തോന്നി. ശരീരശുദ്ധിയിലെ ശ്രദ്ധയും നിഷ്ഠയുമാണ് അവൾക്ക് ആകർഷകമായി തോന്നിയത്. മലയാളിയുടെ വൃത്തിഭ്രാന്തിൽ നിന്നും ഇത് അല്പമൊക്കെ വ്യത്യസ്തമാണ്. അത് ശരീരത്തെ എങ്ങനെയൊക്കെയോ അതിവർത്തിക്കുന്നതായി റുബീനയ്ക്ക് തോന്നി. മനസ്സിനും ശരീരത്തിനും ഇടയിലെ അടരുകളെ അത് അഭിസംബോധന ചെയ്യുന്നുണ്ടാവുമോ? അറിഞ്ഞുകൂടാ. അതേസമയം ബഷീർ അവസാനം എഴുതിയ ചെവി ഓർക്കുക അന്തിമ കാഹളത്തിലാകട്ടെ, സുന്ദരമായ ഈ ഭൂഗോളം ബ്രഹ്മാണ്ട മഹാബ്രഹ്മാണ്ട ശവപ്പറമ്പായി നാറാൻ പോകുന്നു എന്നൊരു വല്ലാത്ത താക്കീതാണ് നൽകിയത്. ഉള്ളിലെ അവ്യക്തമായ ഒരു വിങ്ങൽ സൈജുവിനേക്കാൾ റുബീനയ്ക്കാണ് അനുഭവപ്പെട്ടത്. ഈ നശിച്ച ലോക്ക്ഡൗൺ എത്രയും വേഗം ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. രണ്ടുപേരും പകുതി ആത്മഗതമായാണ് അത് പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ തോന്നിയാസം ചെയ്ത് ലോക്കപ്പിലാകുന്നതാണ് ലോക്ക്ഡൗണിനേക്കാൾ ഭേദം. സൈജുവിലെ സാഹസികൻ ഉണർന്നു. അതെ, നേരത്തെ പറഞ്ഞ എഡിറ്റിംഗ് ആപ്പുകളിൽ ഹെമിംഗ്വേ കടന്നുകൂടിയത് യാദൃച്ഛികമായിരിക്കില്ല കേട്ടോ. എനിക്കങ്ങനെയാ തോന്നുന്നത്, റുബീന ഓർമ്മിപ്പിച്ചു. അതെന്താ? രണ്ടുപേരും വളരെ ആധികാരികമായാണ് ആണത്തം അസേർട്ട് ചെയ്യുന്നത്. അതാണ് അവരുടെ എഴുത്തിൻ്റെ പ്രധാന കരുത്ത്. ഹെമിംഗ്വേയെയും ബഷീറിനെയും കമ്പയർ ചെയ്യണോ റോബി? എന്താ ചെയ്താൽ? ബഷീറുമായി തട്ടിക്കുമ്പോൾ ഹെമിംഗ്വേ ഒരു ജയൻ്റല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇംഗ്ലീഷ് ഭാഷയുടെ ബലത്തിലാണ് അങ്ങേര് ലോക സാഹിത്യകാരനായത്. ഏറ്റവും വെർണാക്കുലർ എന്ന് വിചാരിക്കുന്ന ഭാഷയിൽ എഴുതിയ ബഷീറാണ് മലയാളത്തിന് പുറത്തേക്ക് ഏറ്റവും കൂടുതൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നറിയാമോ? അത് ശരിയാണ്. പക്ഷേ എനിക്കെന്തോ സൂപ്പർ മാസ്കുലിനിറ്റിയുടെ ഐക്കണാണ് ഏൺസ്റ്റ് ഹെമിംഗ്വേ. ഇറ്റലിയിൽ അദ്ദേഹം ഒരു ഹീറോ ആയിരുന്നു. ആഫ്രിക്കയിൽ ഒരു അത്ഭുത നായാട്ടുകാരൻ. ക്യൂബയിൽ വിദഗ്ധനായ ഒരു ആഴക്കടൽ മത്സ്യവേട്ടക്കാരൻ. എന്തൊരു ജീവിതമായിരുന്നു അത്! മലയാളത്തിൽ MT യെപ്പോലെ ഹെമിംഗ്വേ ആവേശിച്ച മറ്റൊരു എഴുത്തുകാരനില്ല. MT അദ്ദേഹത്തെ ആവർത്തിച്ച് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇക്കാലം അത്രയും. MT അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ ചെറു പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ഹെമിംഗ്വേയുടെ ഏറ്റവും വലിയ കൃതി അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കഥാപാത്രം ഹെമിംഗ്വേയും. ഇതാണ് ഞാൻ പറഞ്ഞ ബഷീർ താരതമ്യം. ഏതൊക്കെയോ തലത്തിൽ നാം ഹെമിംഗ്വേയുടെ ജീവിതം വായിക്കുമ്പോൾ വിദൂരമായെങ്കിലും ബഷീറിനെ ഓർമ്മിപ്പിക്കും. ആ പടുകൂറ്റൻ ശരീരവും രാക്ഷസീയ ശക്തിയും എല്ലാവരും എടുത്തു പറയുന്നതാണല്ലോ. ബോക്സിങ്ങിലുള്ള കമ്പം അദ്ദേഹത്തെ ജീവിതം മുഴുവൻ ബാധിക്കുന്ന ഒരു വല്ലായ്മയിലേക്ക് നയിച്ചത് ഓർമ്മയില്ലേ? ബോക്സിങ്ങിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണിന് സാരമായ പരിക്കേറ്റതും ആയുഷ്കാലം മുഴുവൻ ആ കണ്ണിന് കാഴ്ച കുറവായിരുന്നതും. അദ്ദേഹത്തിന് ഏറ്റവും താല്പര്യമുള്ള യുദ്ധഭടൻ്റെ ജീവിതം വിലക്കപ്പെട്ടത് ഈ കാഴ്ച പ്രശ്നം മൂലമായിരുന്നു. എങ്കിലും അദ്ദേഹം ആംബുലൻസ് ഓടിച്ച് യുദ്ധരംഗത്തേക്ക് സാഹസികമായി ചെന്നു. അതിനിടയ്ക്കാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പട്ടാളക്കാരുമായി സംസാരിച്ച് നിൽക്കുമ്പോൾ തൊട്ടു മുമ്പിൽ ഒരു മോർട്ടാർ ഷെൽ ബോംബ് പൊട്ടിച്ചിതറിയത്. 2 പട്ടാളക്കാർ കൺമുന്നിൽ തൽക്ഷണം മരിച്ചു. ശരീരത്തിൽ ലോഹകഷ്ണങ്ങൾ തുളച്ചു കയറിയത് വകവയ്ക്കാതെ ഒരു പട്ടാളക്കാരനെ രക്ഷിക്കാനായി ചുമലിലെടുത്ത് അദ്ദേഹം കിലോമീറ്ററുകളോളം നടന്നു. ഹെമിംഗ്വേയുടെ ശരീരത്തിൽ 237 ലോഹ ചീളുകളാണ് തുളച്ചു കയറിയിരുന്നത്. കാൽമുട്ടിലും നെരിയാണിയിലും വെടിയുണ്ടകളും ഏറ്റിരുന്നു. 3 മാസത്തിന് ശേഷം ഒട്ടിച്ചു ചേർത്ത എല്ലുകളുമായി വീണ്ടും യുദ്ധരംഗത്തേക്ക്. എന്തൊരു ജന്മം! എക്സാക്ട്ലി. ഭൂഖണ്ഡങ്ങൾ അലഞ്ഞു നടന്ന രാക്ഷസീയ ശക്തിയായിരുന്നു അത്. കാനഡ, ഷിക്കാഗോ, പാരീസ്, സ്പെയിൻ, ഇറ്റലി, തുർക്കി, ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, അങ്ങനെ എത്ര ദേശങ്ങൾ! ഈ അനുഭവങ്ങൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ കൃതികളുടെ അപാര വൈവിധ്യത്തിന് നിമിത്തമായി. ശരിക്കു പറഞ്ഞാൽ വെവ്വേറെ ജന്മങ്ങൾ പോലെ വിചിത്രമായ ജീവിത സാഹചര്യങ്ങളായിരുന്നു. ഓരോ ജന്മത്തിൽ നിന്നും ഓരോ നോവലുകൾ പിറവിയെടുത്തു. ഒടുവിൽ ഇതൊന്നും
ഒരു ശരീരത്തിന് താങ്ങാനാവാത്തത് കൊണ്ടാവാം ശാരീരികമായ അസുഖങ്ങളുടെ കൂടാരമായി അദ്ദേഹം മാറി. 2 തവണ പ്ലെയിൻ ക്രാഷിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ്. പിന്നെ പിന്നെ മാനസിക രോഗവും ഡിപ്രഷനും മൂർച്ഛിച്ചു. മദ്യപാനാസക്തി പിടികിട്ടാത്ത രീതിയിൽ വർദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ മാനസിക ഊർജത്തെ പിടിച്ചുകെട്ടാൻ ഒടുവിൽ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് വരെ വേണ്ടി വന്നു. നോവലിനെ വെല്ലുന്ന ക്ലൈമാക്സായി അദ്ദേഹത്തിൻ്റെ അന്ത്യം. മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലെന്ന് വിധിയെഴുതി ആശുപത്രിയിൽ നിന്ന് മടക്കി അയച്ച അദ്ദേഹം ഭാര്യയോടും സുഹൃത്തിനോടും ഒപ്പം തിരിച്ചെത്തി ശാന്തമായി വീട്ടിൻ്റെ മുകൾ നിലയിൽ വിശ്രമിച്ച് പിറ്റേന്ന് അതികാലത്ത് തൻ്റെ ഇരട്ടക്കുഴൽ തോക്ക് വായിൽ ചെലുത്തി തൻ്റെ തന്നെ നായാട്ടിന് സ്വയം ഇരയായി. ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും പ്രതാപത്തോടെ ജീവിക്കണം എന്ന് ഹെമിംഗ്വേയെപ്പോലെ ബഷീറിനും നിർബന്ധമുണ്ടായിരുന്നല്ലോ. ഇല്ലായ്മയും ശാരീരിക പ്രശ്നങ്ങളും എഴുത്തിനെ ഒരിക്കലും ബാധിക്കാൻ അവർ അനുവദിച്ചിരുന്നില്ല. 2 പേരും എഴുത്തിൽ അതികഠിനമായ വെട്ടിച്ചുരുക്കലുകൾ നടത്തിയിരുന്നു. 1961 ജോൺ കെന്നഡി ഒരു കുറിപ്പെഴുതി തരാൻ ആവശ്യപ്പെട്ട് അതിനാവാതെ ഹെമിംഗ്വേ ഒരാഴ്ച മുഴുവനും എടുത്താണ് ഒരു ഖണ്ഡിക പൂർത്തിയാക്കിയത്. അതിനിടെ കരഞ്ഞ് കരഞ്ഞ് 2 തവണ സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്യാൻ വരെ ശ്രമിച്ചിരുന്നു അദ്ദേഹം. അത്രയ്ക്ക് ശ്രദ്ധയാണ് എഴുത്തിൽ. ബഷീറും അങ്ങനെ തന്നെയാണല്ലോ. ബാല്യകാല സഖി 5 വെട്ടിച്ചുരുക്കിയ കഥയൊക്കെ മലയാളികൾ അറിയാത്തവരില്ല. കുറേ അനുഭവങ്ങളും ഒരു പേനയും മതി എഴുത്തുകാരനാവാൻ എന്ന് ബഷീർ ഒരുപാട് തവണ വെല്ലുവിളിച്ചിരുന്നു. ഭാഷയിലും സാഹിത്യ തന്ത്രങ്ങളിലുമുള്ള ആത്മവിശ്വാസക്കുറവ് ബഷീർ പരിഹരിച്ചത് അനുഭവം എന്ന തുരുപ്പ് ചീട്ട് ഉപയോഗിച്ചാണ്. അനുഭവങ്ങളുടെ ആധികാരികത NS മാധവനല്ലാതെ മറ്റാരും ചോദ്യം ചെയ്തിട്ടുമില്ല. ഇതെൻ്റെ രക്തമാണ്, ഇതെൻ്റെ മാംസമാണ്, എടുത്തുകൊള്ളുക ലൈനിൽ അല്ലേ. അമേരിക്കയിലെ കൻസാസ് സ്റ്റാർ പത്രത്തിൽ ജോലിയിൽ ചേരുമ്പോൾ അവർ കൊടുത്ത ഭാഷാശൈലിയുടെ നിർദ്ദേശങ്ങളാണ് ഹെമിംഗ്വേയെ എഴുത്തിൽ ലാളിത്യത്തിൻ്റെ രാജാവാക്കിയത്. ലെസ് ഈസ് മോർ എന്നദ്ദേഹം എഴുത്തുകൊണ്ട് തെളിയിച്ചു. ഹെമിംഗ്വേ എന്നൊരു ഭാഷാ എഡിറ്റർ അവതരിപ്പിച്ചുകൊണ്ട് ആദം ലോങ്, ബെൻ ലോങ് എന്നീ ചെറുപ്പക്കാരായ സഹോദരങ്ങൾ ചെയ്തത് വലിയൊരു കാര്യമാണ്. നമ്മുടെ ഭാഷാ പ്രയോഗങ്ങളിലെ വക്രതകളും പരോക്ഷതകളും എങ്ങനെ ഒഴിവാക്കാമെന്നും തെളിച്ചവും ലാളിത്യവുമുള്ള എഴുത്ത് എങ്ങനെ സ്വന്തമാക്കാമെന്നും തെളിയിക്കുന്ന ഒരു ഉപകരണമാണ് ഹെമിംഗ്വേ ആപ്പ്. അവരുടെ സൈറ്റിൽ കയറി ഇംഗ്ലീഷിലുള്ള ഒരു ഖണ്ഡിക ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഉടനടി അത് മുഴുവൻ അപഗ്രഥിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ നമ്മുടെ എഴുത്ത് മെച്ചപ്പെടുത്തിയെടുക്കാം എന്ന് കാണിച്ചു തരുന്നു. റൂബി, നമുക്ക് ഈ വഴിക്ക് മുന്നോട്ട് പോയാലോ? നടക്കുമല്ലോ അല്ലേ? തീർച്ചയായും. പിന്നെ വേറെ ഒരു രസമുള്ളത് എന്താണെന്ന് വെച്ചാൽ, സാക്ഷാൽ ഹെമിംഗ്വേയുടെ ഒരു ഖണ്ഡിക തന്നെ ഹെമിംഗ്വേ ആപ്പിൽ കൊടുത്ത് പരിശോധിച്ചപ്പോൾ അത് മെച്ചപ്പെടുത്താനുള്ള ധാരാളം നിർദ്ദേശങ്ങൾ ആപ്പ് നൽകിയത്രേ. നമ്മുടെ ബഷീർ ആപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം ബഷീറിൻ്റെ കഥകൾ അത് വെച്ച് പരിശോധിക്കാൻ. നല്ല രസമായിരിക്കും. എഡിറ്റർ പ്രോഗ്രാം അവയിലും കുഴപ്പങ്ങൾ കണ്ടെത്തിയെന്നിരിക്കും. എന്നാലും പുതിയ എഴുത്തിൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ അത് ഉപകരിക്കുമല്ലോ. സൈജു, ധൈര്യമായിട്ടിറങ്ങ്. വരുന്നിടത്ത് വെച്ച് കാണാം. പാതി വഴിയെത്തിയ നിമിഷ പ്രൊഡക്ടിവിറ്റിയിലേക്ക് റുബീനയും ബഷീർ എഴുത്തിലേക്ക് സൈജുവും മുഴുകി. 2 പേരും അവരവരുടെ ടീമുകളുമായി നിരന്തരം വീഡിയോ കോൺഫറൻസിങ്ങുകൾ നടത്തി ശരിക്കും തിരക്കിലായി. കണ്ടുമുട്ടുന്ന സമയങ്ങൾ കുറഞ്ഞു. ലോകം അവരുടെ ഗൂഢാലോചനകൾക്കായി നിശ്ചലമായി നിന്നുകൊടുത്തു. ദിവസങ്ങൾ ഇരവിഴുങ്ങിയ പെരുമ്പാമ്പ് പോലെ ഞരങ്ങിക്കിടന്നു. അന്യർ നരകമായി. നരകത്തിലെ നിയമങ്ങൾ സർക്കാർ നിഷ്കരുണം നടപ്പിലാക്കി. അനുസരിക്കാത്തവർക്ക് കടുത്ത ദണ്ഡനകൾ. ഫോൺ വിളിച്ചാൽ കുറേ നേരത്തേക്ക് പേടിപ്പെടുത്തുന്ന താക്കീതുകൾ മാത്രം. 3 ഭാഷകളിലെ പാരാവാരം മുഴുവൻ കഴിഞ്ഞിട്ട് വേണം ഒരാളെ ഒന്ന് അത്യാവശ്യത്തിന് വിളിച്ചു കിട്ടാൻ. മരണം വിളിപ്പുറത്ത് ഹാജരായി. ജാഗ്രതയൊക്കെ പോയി, ഭയം മാത്രം ബാക്കിയായി. അങ്ങനെയിരിക്കെ റുബീനക്കട്ടയും സൈജുവിലയും കാശിക്ക് പോയി. പാതി വഴിയിൽ വെച്ച് പെരുമഴ വന്നു. റുബീനക്കട്ട കരഞ്ഞലിഞ്ഞലിഞ്ഞ് ഒഴുകാൻ തുടങ്ങി. സൈജുവിലേ, സൈജുവിലേ, ഞാനിതാ പോണേ, അലിഞ്ഞു പോണേ. നീയും ഞാനും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒടുവിൽ നീ മാത്രം അവശേഷിക്കാൻ പോകുന്നേ. സൈജുവില റുബീനക്കട്ടയ്ക്കുമേൽ
പ്രണയക്കൊടയായി പടർന്ന് പടർന്നു നിന്നു. ഇലയുടെ ഭാരം പോലും ഏൽപ്പിക്കാതിരിക്കാൻ സൈജു ശ്രദ്ധിച്ചു. പിന്നെയും കുറേ ദൂരം ചെന്നപ്പോൾ അതിശക്തമായ കാറ്റ് വന്നു. റുബീനക്കട്ടെ, റുബീനക്കട്ടെ, ഞാനിതാ കാറ്റത്ത്, കൊടുങ്കാറ്റത്ത് കാണാമറയത്തേക്ക് പറന്നു പോകുവാണേ. എന്നെ പിടിച്ചില്ലേൽ, കാത്തില്ലേൽ ഞാനിതാ വിട്ടു 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 പോണേ. റുബീനക്കട്ട സൈജു വിലയ്ക്കുമേൽ കയറിയിരുന്നു. സൈജു വിലയുടെ അരികുകൾ കാറ്റത്ത് പറഞ്ഞു പോകും മട്ടിൽ പിച്ച് കീറി. ആ മൃണ്മയ സ്പർശം അവനിലെ ഉർവര ഗ്രന്ഥികളെ ഊഷ്മളമാക്കി. കാറ്റ് ശമിച്ചപ്പോൾ അവർ യാത്ര തുടർന്നു. പിന്നെ പിന്നെ കാലാവസ്ഥയ്ക്ക് ഭ്രാന്തു പിടിച്ചു. തുടരെ തുടരെ ഭൂകമ്പങ്ങളും സുനാമികളും പ്രളയപ്പെരുമഴകളും ഉരുൾപൊട്ടലുകളും ചുഴലിക്കാറ്റുകളും കൊടും വരൾച്ചകളും എല്ലാം മേൽക്കുമേൽ ഭൂമിയിൽ പതിച്ചു. ആയിരങ്ങൾ പതിനായിരങ്ങളെ കാണാതായി. റുബീനക്കട്ട അലിഞ്ഞും പോയി, സൈജുവില പറന്നും പോയി. എന്ന് കേൾക്കാനല്ലേ ആഗ്രഹം? അങ്ങനെ ഇപ്പോൾ ആരും സുഖിക്കണ്ട. പ്രണയം ലോല വിലോല തരളിതമായ ഒരു ദൗർബല്യമായി കരുതുന്ന കാലം അസ്തമിച്ചെന്ന് ലോകത്തോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ മണ്ണാങ്കട്ടയും കരിയിലയും ഏറെക്കാലം സുഖമായി ജീവിച്ചു. മംഗളം, ശുഭം.